ഹായ്, ലൈസെം അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാമിൻ്റെ പാർട്ട് 3 ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, question number 71. T.S. Eliot commented, certainly the most notable and most important ever written by any English poet refers to the dash of this English romantic poet. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് odes, sonnets, letters, satires. ഇത്രയായിരുന്നു ഓപ്ഷൻസ് ആയിട്ട് വന്നത്. ആൻസർ വരുന്നത് ലെറ്റേഴ്സ് ആണ്. ഓപ്ഷൻ സി ലെറ്റേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ലെറ്റേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത വിച്ച് ഇസ് ദ സിലബിൾ സ്ട്രെസ്ഡ് ഇൻ ദ വേർഡ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന വാക്കില് വരുന്ന സ്ട്രെസ്ഡ് സിലബിൾ ഏതാണ്? ടോട്ടൽ 4 സിലബിൾസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇതില് സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് വീഴുന്നത്. ഓക്കെ, അപ്പൊ 72ന്റെ ആൻസർ ബി. അടുത്ത 73. A woman must have money and a room of her own if she is to write fiction. The feminist who held the opinion. ഓക്കെ, ഇതും നമുക്ക് ലൈസെം അക്കാഡമിയിൽ ഡയറക്റ്റ്ലി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം. 73യുടെ ആൻസർ ഓപ്ഷൻ ബി, വെർജിനിയ വൂൾഫ്. ഓക്കെ, അടുത്ത 74. അടുത്ത 74ന്റെ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ടേം മിറർ ഫേസ് ഇസ് അസോസിയേറ്റഡ് വിത്ത്. മിറർ ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ? ലെക്കാന്റെ ആണ് മിറർ ഫേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അടുത്ത 75. മിസ്സസ് മാലപ്രോപ്പ് ഇസ് എ ക്യാരക്ടർ ഇൻ ഷെറിഡൻസ് വിച്ച് പ്ലേ. ഷെറിഡന്റെ ഏത് പ്ലേയിലാണ് മിസ്സസ് മാലപ്രോപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത്? ദ റൈവൽസ് അല്ലെ? ഷെറിഡന്റെ റൈവൽസ് എന്ന് പറഞ്ഞ വർക്കിനകത്താണ് മിസ്സസ് മാലപ്രോപ്പ്. അങ്ങനെ ഒരു മാലപ്രോപ്പിസം എന്നൊരു യൂസേജ് ഒക്കെ വന്നു എന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത 76ന്റെ ആൻസർ എന്താണ്? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഹു റോട്ട് ദ എസ്സേ ദ ഡെത്ത് ഓഫ് ദ ഓഥർ. ഡെത്ത് ഓഫ് ദി ഓഥർ എഴുതിയത് ആരാണ്? റൊലാൻ ബാർത്സ് ആണ് ഡെത്ത് ഓഫ് ദി ഓഥർ എഴുതിയത്. ഓക്കെ, അടുത്ത 77. The periodical in which Charles Lamb published his essays under the pseudonym എലിയ. അപ്പോൾ ചാൾസ് ലാംബ് ഏത് പീരിയോഡിക്കലിലാണ് എലിയ എന്ന സ്യൂഡോണിമിൽ എഴുതിയത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ലണ്ടൻ മാഗസിൻ അല്ലെ? എല്ലാവർക്കും ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത 78. ഹമോഷ്യ ഇൻ ദ ക്യാരക്ടർ ഹാംലെറ്റ്. വാട്ട് ഇസ് ദ ഹമോഷ്യ ഇൻ ദ ക്യാരക്ടർ ഹാംലെറ്റ്? ഹാംലെറ്റിന്റെ ഹമോഷ്യ എന്താണ്? ട്രാജിക് ഫ്ലോ എന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ ആണ് അല്ലെ? പ്രൊക്രാസ്റ്റിനേഷൻ എ ആണ് ആൻസർ. അടുത്ത 79. സ്വീറ്റ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഈ ലൈന് ഷേക്സ്പിയറിന്റെ ഏത് പ്ലേയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? Sweet are the uses of adversity is from Shakespeare's play As You Like It. Okay, As You Like It ലെ Act 2 Scene 1 ലാണ് ഈ ഒരു ലൈൻ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 80. Who coined the terms signifier and signified? ആരാണ് കോയിൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഓപ്ഷൻ ഡി, ഫെർഡിനാൻഡ് ഡി സെഷർ. സെഷറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടേംസ് ആണ് ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും. അടുത്ത 81. What is the pronunciation of the plural morpheme in the word judges? Judges അല്ലെ? ലാസ്റ്റ് സൗണ്ട് ബി ആണ് ഓപ്ഷൻ. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. അടുത്ത 82. An institution is the length and shadow of dash. Complete the Emerson quote. എമേഴ്സന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണിത്. അതിൽ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഫില്ല് ചെയ്യണം. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി, വൺ മാൻ ആണ് ആൻസർ. ഓക്കെ, 82ന്റെ ആൻസർ ഓപ്ഷൻ ബി, വൺ മാൻ. അടുത്ത 83. Bernard Shaw's play that deals with the aspect of language in a variety of ways. അപ്പോ അത് ഏത് പ്ലേയിലാണ് ബെർണാഡ് ഷോ ലാംഗ്വേജിന്റെ വെറൈറ്റി ഓഫ് വേസിനെ പറ്റി പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഓപ്ഷൻ സി, പിഗ്മാലിയനിലാണ് അതിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചത്. അടുത്ത 84. ദ ടൈറ്റിൽ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് ഈസ് ടേക്കൺ ഫ്രം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചോച്ചിയാർഡ് എന്ന വർക്കിനകത്തുള്ള ഒരു ലൈനാണിത്. ഓക്കെ, അടുത്ത 85. So the school of criticism that believed in in-depth textual analysis, new criticism ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത 87. To which Indo-European family of language does English belong? ഇംഗ്ലീഷ് ഏത് ഇന്തോ യൂറോപ്യൻ ഫാമിലിയുടെ ബിലോങ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയായിരിക്കും അല്ലെ? വെസ്റ്റ് ജർമാനിക്.
ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി ആണ് 87ന്റെ ആൻസർ. അടുത്ത 88. Which was the process operative in the formation of words like pram, pub, ad? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അതായത് പ്രാം, പബ്, ആഡ് പോലുള്ള വേർഡ്സ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോസസ് എന്താണ്? ക്ലിപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ക്ലിപ്പിംഗ് ആണ് ആൻസർ. 88ന്റെ ഓപ്ഷൻ ഡി. ജോൺ ഫോസ് ഇസ് എ നേറ്റീവ് ഓഫ്. ജോൺ ഫോസ് നോർവേയിലുള്ള ആളാണ്. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത 90. Nassim Hessichel's poem that deals with the limitations of traditional beliefs and practices. ഏത് പോയത്തിലാണ്? നിസിം ഹെസിക്കലിന്റെ ഏത് പോയത്തിലാണ് ട്രഡീഷണൽ ബിലീഫ്സും പ്രാക്ടീസിനെ കുറിച്ചിട്ടുള്ള ലിമിറ്റേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? നൈറ്റ് ഓഫ് ദ സ്കോർപിയോണിലാണ് അല്ലെ? അടുത്ത 91. The sound t, d, s, z, n are examples of. ഓപ്ഷൻ സി alveolar soundsന് എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്ത the expression he drank the whole bottle is an example of. ഓപ്ഷൻ എ metonymy. ഓക്കെ, മെറ്റോണിമിക്ക് എക്സാമ്പിൾ ആണ് he drank the whole bottle. ഓക്കെ, അടുത്ത 93. Arnold's poem that laments the retreating sea of faith. ഓക്കെ, ഏത് പോയത്തിനകത്താണ് ഇങ്ങനെ ഒരു തീം വന്നിട്ടുള്ളത്? ഡവ് ബീച്ചിനകത്താണ് അല്ലെ? ഓപ്ഷൻ എ ആണ് 93യുടെ ആൻസർ. അടുത്ത 94. Who is popularly known as the founder of Imagist movement? എഴുതാൻ പറ്റും, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്ര പൗണ്ട്. 94ന്റെ ആൻസർ സി എസ്ര പൗണ്ട്. അടുത്ത 95. Which of the following is not generally true about Francis Bacon? ഫ്രാൻസിസ് ബേക്കണിനെ കുറിച്ചിട്ട് ഇതിൽ ട്രൂ ആയിട്ടല്ലാത്ത, ഓക്കെ, നോട്ട് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അദ്ദേഹത്തിന്റെ ഐഡിയലിസ്റ്റിക് ഫിലോസഫി. ഓക്കെ, അദ്ദേഹത്തിൻ്റെതല്ലാതായിട്ടുള്ള ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 95ന്റെ ആൻസർ സി ഐഡിയലിസ്റ്റിക് ഫിലോസഫി. അടുത്ത 96. Which of the following scenes is not an example of the expressionistic technique used in O'Neill's Emperor John's? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കരുതുന്നത്. ഓക്കെ, അടുത്ത 97. Which of the following is not a feature of PS grammar? PS ഗ്രാമറിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? PS ഗ്രാമറിന്റെ ഫീച്ചർ അല്ലാത്തത് ഓപ്ഷൻ ബി. It fails to account for lexical and structural ambiguity. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 98. Who was the proponent of touchstone method in criticism? ഈസി ആണല്ലേ? മാത്യു അർണോൾഡ്. മാത്യു അർണോൾഡിൻ്റെതാണ് ടച്ച്സ്റ്റോൺ മെത്തേഡ്. അടുത്ത 99. അടുത്ത 99 ആണ് നമ്മൾ പറയുന്നത്. 99 ക്വസ്റ്റ്യൻ ഇതാണ്. ദ നോവലിസ്റ്റ് ഹു ഡീൽസ് വിത്ത് ശ്രീലങ്കൻ ഡയസ്പോറ. ശ്രീലങ്കൻ ഡയസ്പോറയെ കുറിച്ച് എഴുതിയിരുന്നത് ഓപ്ഷൻ എ മിഷേൽ ഓണ്ടാഡ്ജി ആണ്. ഓക്കെ, മിഷേൽ ഓണ്ടാഡ്ജി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 100th ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഗോൾഡിങ്സ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ഇസ് എ സാവിഷ് റിപ്ലൈ ടു ദ ഒപ്റ്റിമിസം ഓഫ് ബാലന്റൈൻസ്. ഓക്കെ, ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്നത് ഏത് വർക്കിനുള്ള ഒരു റിപ്ലൈ ആയിരുന്നു? ദ കോറൽ ഐലൻഡ്. ഓക്കെ, ഓപ്ഷൻ ബി ദ കോറൽ ഐലൻഡ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത 101. Which of the following novels is not written by Amitabh Ghosh? അമിതാഭ് ഘോഷിന്റെ നോവല് ഇതിൽ ഏതാണ്? അമിതാഭ് ഘോഷിന്റെ വർക്ക്സ് അറിയാമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത 102. Here is God's plenty. വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് അല്ലെ? 102. Here is God's plenty is the remark made by John Dryden about Chaucer's prologue അല്ലെ? ചോസേഴ്സിന്റെ പ്രൊലോഗ് ടു കാന്റർബറി ടെയിൽസിനകത്ത് അതിനെ കുറിച്ചിട്ട് ഡ്രൈഡൻ പറയുന്ന ഒരു കോട്ടാണ്. ഹിയർ ഇസ് ഗോഡ്സ് പ്ലെന്റി. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത്? അതെ, എല്ലാവരും ലൈസ്യത്തിലെ കുട്ടികൾ എന്തായാലും എഴുതും, എനിക്കറിയാം. ഓക്കെ, 103. അടുത്ത റോബർട്ട് ബ്രൗണിങ്സ് പോയം ഇൻ വിച്ച് ദ സ്പീക്കർ ഇസ് എ മർഡറർ ഹു സ്ട്രാങ്കിൾഡ് ഹിസ് ലവർ വിത്ത് ഹർ ഓൺ ഹെയർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി പോർഫൈറസ് ലവർ ആണ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത 104. It was a bright cold day in April and the clocks were striking 13 is the opening line of option C 1984. ഓർവെലിന്റെ 1984 എന്ന് പറഞ്ഞ ഫേമസ് നോവലിന്റെ ഓപ്പണിംഗ് ലൈൻസ് ആണ് 1984ന്റെ ഓപ്പണിംഗ് ലൈൻസ് ആണ്. ഇറ്റ് വാസ് എ ബ്രൈറ്റ് കോൾഡ് ഡേ ഇൻ ഏപ്രിൽ എന്നിപ്പോ തുടങ്ങുന്ന ലൈൻസ്. ഓക്കെ, അടുത്ത 105. Feminists who declared one is not born a woman but becomes one. ഇത് ആര് പറഞ്ഞതാണ്?
സിമൺ ദബുവയുടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടാണിത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് 105ന്റെ കറക്റ്റ് ആൻസർ. അടുത്ത 106 നോക്കിക്കേ. ദ ലൈൻ ചൈൽഡ് ഇസ് ദ ഫാദർ ഓഫ് ദ മാൻ ഈസ് ഫ്രം വേർഡ്സ്വർത്ത് പോയം. ഏത് പോയത്തിലാണ് ഈ ലൈൻ, വേർഡ്സ്വർത്തിന്റെ ഈ ഫേമസ് ലൈൻ അപ്പിയർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ റെയിൻബോ. ഓക്കെ, റെയിൻബോ എന്ന് പറഞ്ഞ വർക്കിനകത്താണ് വേർഡ്സ്വർത്ത് ഈ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത 107 ക്വസ്റ്റ്യൻ ഇതാണ്. ദ എക്സ്പ്രഷൻ ഓൾ മെൻ ആൻഡ് വിമൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഓൾ മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ആംബിഗ്വിറ്റിക്ക് എക്സാമ്പിൾ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ഷണൽ ആംബിഗ്വിറ്റിക്ക് എക്സാമ്പിൾ ആണിത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് 108. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഇസ് റോങ്ലി സ്പെൽഡ്? റോങ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? സിഗ്നേറ്ററി. TORY ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റോങ്ലി സ്പെൽഡ് വേർഡ്. അടുത്ത 109. Arthur Miller's play related to the manufacturing of defective airplane parts. ഏത് ആദുർ മില്ലറിന്റെ പ്ലേയിലാണ് മാനുഫാക്ചർ ഓഫ് ഡിഫക്റ്റീവ് എയർപ്ലെയിൻ പാർട്സിനെ കുറിച്ചിട്ട് പറയുന്നത്? 109ന്റെ ആൻസർ ഓൾ മൈ സൺസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 110. Earth is the right place for love. The line figures in the poem. ഏത് പോയത്തിനകത്താണ് ഈ ലൈൻ അപ്പിയർ ചെയ്യുന്നത്? ബർച്ചസ് അല്ലെ? ബർച്ചസ് എന്ന് പറഞ്ഞ ഫേമസ് വർക്കിനകത്താണ് ഈ ഈ ലൈൻസ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് 111ന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ആനന്ദ് മാദ് ഈസ് ഇൻസ്പയർഡ് ആൻഡ് സെറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഡാഷ്. ആനന്ദ് മാദ് എന്ന് പറഞ്ഞ നോവല് ആനന്ദ് മാദ് എന്ന് പറഞ്ഞ നോവല് ഏത് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗിലാണ് എഴുതിയത്? ഓക്കെ, സന്യാസി റിബല്യൻ ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ സന്യാസി റിബല്യൻ ആണ് ആൻസർ. അടുത്ത 112. Ben Johnson's remark about the mighty line of Marlowe refers to. ഓപ്ഷൻ എ blank verse. Blank verse ആണ് 112ന്റെ ആൻസർ. അടുത്ത 113. Who is the translator of K.R. Meera's novel Hang Women? Everyone needs a good hanging. K.R. Meerയുടെ ഈ നോവല് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? ജെ ദേവികയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത 114. Samuel Johnson's remark, heterogeneous ideas are yoked by violence together, is about dash. ഓക്കെ, ഏത് പോയറ്റിക് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്, ആരുടെ പോയറ്റിക് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് സാമുവൽ ജോൺസൺ ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. ഡണ്ണിന്റെ പോയട്രിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 115. Derrida makes use of the term aphoria to mean D. unresolved difficulties of a text. അടുത്ത് 116. A tragic comedy in 2 acts. വളരെ ഈസി ആണ് അല്ലേ? വെയിറ്റിംഗ് ഫോർ ഗോദോ അതിന്റെ സബ് ടൈറ്റിൽ ആണ് A tragic comedy in 2 acts. അടുത്ത 117. Which of the following terms is not associated with Michel Bakhtin? ഭക്തിനുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഇതിൽ ഏത് ടേം ആണ്? പാരാടെക്സ്റ്റ് ആണ് കേട്ടോ. ബാക്കി എല്ലാം ഭക്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേംസ് ആണ്. പാരാടെക്സ്റ്റ് ഓപ്ഷൻ സി വന്ന പാരാടെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ല. ഓക്കെ, അടുത്ത 118ന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. T.S. Eliot introduces the theory of objective correlative in the essay. ഏത് എസ്സേയിലാണ് T.S. Eliot ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്. ശരിയായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ശരി. 119 നോക്കിക്കേ. Who was referred to as an upstart crow by Robert Greene? എന്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാം എത്ര പേര് എഴുതിയിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? മിക്കവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇതിനുള്ള ആൻസർ? 119 ഡി. ഷേക്സ്പിയറിനെ കുറിച്ചിട്ട് റോബർട്ട് ഗ്രീനി പറഞ്ഞ ഒരു കമന്റ് ആണിത്. ഓക്കെ, 120 നോക്കിക്കേ. Which of the following is not related to a movement of art and literature? ഇതില് നമ്മുടെ ആർട്ടും ലിറ്ററേച്ചറും ആയിട്ടൊന്നും ബന്ധപ്പെടാത്ത മൂവ്മെന്റ് ഏതാണ്? പ്രാഗ്മാറ്റിക്. ഓക്കെ, പ്രാഗ്മാറ്റിസം ആണ്. ഓപ്ഷൻ ഡി. അടുത്ത which of the following is not a contribution of B.F. Skinner? സ്കിന്നറിന്റെ കോൺട്രിബ്യൂഷൻ ഇതിൽ ഏതാ അല്ലാത്തത്? കണ്ടീഷണൽ റിഫ്ലെക്സസ്. ഓക്കെ, ഓപ്ഷൻ ഡി കണ്ടീഷണൽ റിഫ്ലെക്സസ് ആണ് ആൻസർ. അടുത്ത 122.
A teaching strategy where students discover operational principles by observing examples is. അതാണ് 122th question and answer B, inductive teaching ആണ്. അടുത്ത 123യുടെ question വായിക്കാം. Read the following passage. I have enjoyed nature since my childhood. So, my imaginary place is the wildlife located far away from cities and people. It has everything I like: high mountains with snow peaks, green hills, meadows and woods. My imaginary place has much fresh air that is filled with rich smells of wood and flowers. What type of passage is this? Okay, ഏത് ടൈപ്പ് ഓഫ് പാസേജ്, ഏത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചാണ് ഇത് എഴുതിയേക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 124. The test which is designed to measure a person's level of skill, accomplishment or knowledge in a specific area. എന്താണ് ആൻസർ എഴുതിയത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണോ? അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Which among the following is a feature of social constructivism? ഇത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫീച്ചർ ഏതാണ്? ഓപ്ഷൻ സി, പ്രൊഫ്യൂസ് യൂസ് ഓഫ് ലാംഗ്വേജ്, മദർ ടങ്. ഓക്കെ, അടുത്ത 126. Which of the following is a subcategory skill in affective domain proposed by Bloom? Bloom's taxonomy-യിൽ വരുന്ന affective domain-ലെ സബ് കാറ്റഗറി ഇതിൽ ഏതാണ്? വാല്യൂയിങ്, ഓപ്ഷൻ എ. അടുത്ത 127. Which of the following is not an audio aid? ഇതിൽ ഏതാ ഓഡിയോ എയ്ഡ് അല്ലാത്ത? ഫ്ലോ ചാർട്ട്. കണ്ടാലേ അറിയാലേ ഫ്ലോ ചാർട്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്ത 128. The main objective of teaching a poem in the class. എന്തിനാ പോയം ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? To develop the skill of appreciation of students. ഓക്കെ, അടുത്ത 129. Which among the following is not a higher order thinking skill? ഇതിൽ ഏതാണ് higher order thinking skill അല്ലാത്ത? Memorization, ഓപ്ഷൻ സി. അടുത്ത 130. The students take down the notes when a teacher dictates notes in the class. What type of listening is taking place here from the part of the students? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? എ, ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, കുട്ടികൾ ആക്റ്റീവ് ലിസൺ ചെയ്യുമ്പോഴാണ് ഈ തരത്തിലുള്ളൊരു പ്രക്രിയ ക്ലാസ്സിനകത്ത് നടക്കുന്നത്. അടുത്ത 131. What is this method of teaching in which instructor gives command to students in the target language with body movements and students respond with whole body actions? ആൻസർ ഏതാണെന്ന് അറിയാമോ? അതെ, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ് കറക്റ്റ്. അടുത്ത 132. The child first learns his mother tongue through imitation. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത 133. What is linguistics? The scientific study of language and its structure. Okay, the scientific study of language and its structure. വളരെ വായിച്ച് മനസ്സിലാക്കി എഴുതിയാലേ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് വായിച്ച് ശ്രദ്ധിച്ച് ആൻസർ എഴുതിയവർക്ക് കറക്റ്റ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Okay, അടുത്ത 134. An approach to language teaching in which the study of authentic text and the use of language both inside and outside the class is taking place is called as 134 and answer D, communicative language teaching. Okay, അടുത്ത 135. You are going to a bookstore, picking up a magazine and flipping through its pages. You take in only the headings or the pictures to get a broad idea of what the magazine covers. അപ്പോൾ what type of reading is this? എന്ത് type of reading ആണ് നിങ്ങൾ അപ്പോൾ നടത്തിയത്? സ്കിമ്മിങ് ആണല്ലേ. ഓക്കെ, അടുത്ത 136 ആണ് ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത്. 136 പറയുന്ന ക്വസ്റ്റ്യൻ, ലെവ് വൈഗോട്സ്കി ഈസ് ഏത് സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം? റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 137 ആണ് പറയുന്നത്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ടു സൈക്കോളജി ആണ്? ഓപ്ഷൻ സി, കാൾ റോജേഴ്സ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത 138 ക്വസ്റ്റ്യൻ വന്നത്, ദ ഗ്യാപ് ബിറ്റ്വീൻ വാട്ട് എ ലേണർ ഹാസ് മാസ്റ്റേർഡ് ആൻഡ് വാട്ട് ഹി ക്യാൻ പൊട്ടൻഷ്യലി മാസ്റ്റർ വിത്ത് ദ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഇസ് നോൺ ആസ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 139.
In a test, the teacher asks the students to respond to her instruction. This is a test of എന്ത് type of test ആണിത്? ലിസണിംഗ് ടെസ്റ്റ് ആണ് അല്ലെ? ലിസണിംഗ് ടെസ്റ്റ് ആണ് ആൻസർ. അടുത്ത 140. പ്രിപ്പോസിഷൻസ് കം അണ്ടർ. പ്രിപ്പോസിഷൻസ് ഏതിന്റെ എക്സാമ്പിൾ ആണ്? സ്ട്രക്ചറൽ വേർഡ്സിന് എക്സാമ്പിൾ ആണ് പ്രിപ്പോസിഷൻസ് കേട്ടോ. അടുത്ത അഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ് ഇസ് എ ഫ്രേസ് കോയിൻഡ് ബൈ ക്രാഷൻ. സ്റ്റീഫൻ ക്രാഷൻസ് ഹൈപ്പോത്തസിസിൽ വരുന്നതാണ് അഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ്. അടുത്ത ഹു ഡിസൈൻഡ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ കൊണ്ടുവന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ഡേവിഡ് ഓസ്ബർഗ്. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റൈറ്റിംഗ്. ഇതിൽ ഏതാണ് റൈറ്റിംഗിന്റെ സബ് സ്കിൽ ആയിട്ട് വരാത്തത്? റൈറ്റിംഗിന്റെ സബ് സ്കിൽ ആയിട്ട് വരാത്തത് പ്രോപ്പർ ആർട്ടിക്കുലേഷൻ ഓഫ് വേർഡ്സ്. ആർട്ടിക്കുലേഷൻ നമുക്ക് ഇവിടെ ആവശ്യമില്ല അല്ലെ റൈറ്റിംഗിന്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. അടുത്ത 144. അബ്രിവിയേഷൻ ഓഫ് LBLD സ്റ്റാൻഡ്സ് ഫോർ. ഇവിടെ LBLDയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചേക്കുന്നത്. ലാംഗ്വേജ് ബേസ്ഡ് ലേണിംഗ് ഡിസബിലിറ്റീസിനാണ് LBLD എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത 145. A teacher, after reading a prose lesson in the class, prepares 4 or 5 simple thought-provoking questions from the lesson and asks the students to talk orally for 2 minutes each. Okay. This is for developing dash. എന്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം, അതായത് നമ്മുടെ ടീച്ചർ ക്ലാസ്സിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി കൊണ്ടുവരുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ. പോസ്റ്റ് റീഡിംഗ് സ്കിൽസ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. അടുത്ത 146. In language, the ability to integrate or unite different elements to form something new is known as synthesis. Okay, option B ആണ് ആൻസർ. അടുത്ത 147. Which among the following is not a principle of selection of vocabulary items for lessons in a textbook? ഒരു ടെക്സ്റ്റ് ബുക്കിലെ വൊക്കാബുലറി സെലക്ഷനിൽ ഇൻവോൾവ് ആവാത്തത് റീജിയണൽ വാല്യൂ ആണ്. ഓക്കെ. അടുത്ത the inability to write coherently as a symptom of a neurological condition or as an aspect of a learning disability is called as dysgraphia. Okay, option D dysgraphia ആണ് 148 ന്റെ ആൻസർ. അടുത്ത 149. One of the hallmarks of silent way. ഇതിൽ സൈലന്റ് വേയുടെ ഹോൾമാർക്ക് ഏതാണ്? The use of Cuisenaire roots ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 150. The type of grammar where learners picking up a grammatical feature while their primary focus is on some other aspect of language. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇൻസിഡന്റൽ ഗ്രാമറിന്റെ ഡെഫിനിഷൻ ആണ്. The type of grammar where learners picking up a grammatical feature while their primary focus is on some other aspect of language. Okay, option B ആണ് ആൻസർ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെജോറിറ്റിയും ശരിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഓപ്ഷൻസ് ഒക്കെ വെച്ച് ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.